ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സനാsedutips. KTET എഴുതാൻ പോകുന്ന എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു പുതിയൊരു സീരീസാണ് നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാം KTETൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഒരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. മാത്രമല്ല എന്തെങ്കിലും ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ പുതിയതായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വർഷം അങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നെക്സ്റ്റ് ഒരു എക്സാമിൽ അതുമായി കണക്ട് ചെയ്തിട്ടടക്കം നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നുണ്ട്. സോ അപ്പോൾ നിങ്ങളും എന്ത് ചെയ്യണം, നിങ്ങൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുകയും വേണം. അതേസമയം എന്ത് ചെയ്യണം, അപ്ഡേറ്റഡ് ആയിട്ട് എന്തൊക്കെയാണ് പുതിയതായി ചോദിച്ച കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ നമ്മുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിലബസ് ബേസ്ഡ് ക്ലാസ് എല്ലാം നമ്മൾ KTETൻ്റെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ഇനി അങ്ങോട്ട് നമുക്ക് സമയം കുറവാണ്. സോ അപ്ഡേറ്റഡ് ആയിട്ട് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ചിട്ട് നമ്മൾ കണക്റ്റഡ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മെയിനായിട്ട് ഇമ്പോർട്ടൻറ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ ഇനി അങ്ങോട്ട് ഈ ഒരു സീരീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നു കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അതുപോലെ തന്നെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഈ ഒരു സെഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് നമ്മുടെ ചാനലൊന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നേരെ നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. 2024 നവംബറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഒരു സെഷനിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ വരുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്കറിയാം സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതും ആപ്ലിക്കേഷൻ ലെവലിലെ ക്വസ്റ്റ്യൻസ് ആണ് സിലബസ് ഓറിയൻറ്റഡ് ഇപ്പോൾ ചോദിച്ചു വരുന്നത്. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അറിയാം, നമുക്ക് ചില ഭാഗങ്ങൾ നമുക്ക് കേട്ടിട്ട് നമുക്ക് ഒഴിച്ചുകൂടാനേ പറ്റത്തില്ല. എപ്പോഴും വരുന്ന കുറച്ച് ടോപ്പിക്കുകളുണ്ട്, അതെന്തായാലും നിങ്ങൾ പഠിക്കണം. അത് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാം. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾ ഇനിയിപ്പോൾ സമയം കുറവാണെങ്കിൽ പോലും സ്മാർട്ട് വർക്ക് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾ കേട്ടിട്ട് നേടാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് റിലേറ്റഡ് ടു ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്? താഴെ പറയുന്നവയിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുമായി ബന്ധപ്പെട്ടത് അല്ലാത്തത് ഏത്? RTE ആക്ട്, PWD ആക്ട്, RTE ആക്ട്, RCA ആക്ട്. അപ്പോൾ നോട്ട് റിലേറ്റഡ് ടു ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ആണ്. അപ്പോൾ ഏതാണ് ആൻസർ എന്ന് പറയുന്നത് RTI, റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതുമായി കണക്ട് ചെയ്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഈ RTE ആക്ട്, PWD ആക്ട്, RCA ആക്ട് എല്ലാം എന്ത് പറയുന്നത് ഈ ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ പരമായിട്ട് വരുന്ന ആക്ടുകളാണല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം. കാരണം ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഈ 2024 കഴിഞ്ഞ് ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പഠിച്ചു പോകാം. റെഡിയാണല്ലോ? അപ്പോൾ നേരെ പോവുകയാണെ ഇതിൻ്റെ എക്സ്പ്ലനേഷനോട്ട് പാർട്ടിലോട്ട് പോവുകയാണെ. അപ്പോൾ നമുക്ക് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, RTE ആക്ട് എപ്പോഴാണ് വർഷം പഠിക്കണം? 2029 വരുന്നത്. ഈസ് ആൻ ആക്ട് വിച്ച് എയിംസ് ടു പ്രൊവൈഡ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ ബിറ്റ്വീൻ the age of 6 to 14 years in India under the Article 21A of the Constitution. അപ്പോൾ ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് RTE ആക്ട് 2009 പറയുന്നത് കുട്ടികൾക്ക്, അതായത് 6 to 14 ഇയേഴ്സ് ഏജ് വരുന്ന കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള ലക്ഷ്യമാണ് ഈ ഒരു RTE ആക്ടിലൂടെ പറയുന്നത് അല്ലേ. ദെൻ നോക്കൂ, അണ്ടർ ദ ആർട്ടിക്കിൾ ഏതാണ്? 21A ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ 21 ഏതൊക്കെ പഠിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ 6 to 14 ഇയേഴ്സ് ആണ് പഠിക്കണം. ദെൻ വർഷം പഠിക്കണം. അപ്പോൾ ഒന്നും കൂടി ഷോർട്ട് ചെയ്യാൻ പറയുന്നത് RTE ആക്ട് പറയുന്നത് 2029. ആർട്ടിക്കിൾ ഏതാണ്? 21A ആണ്. അമെൻമെൻറ്റും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. 86th അമെൻമെൻറ്റ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ദെൻ ഇറ്റ് പ്രൊവൈഡ് എന്താണ്? മെയിൻ എയിം എന്താണ്? ടു പ്രൊവൈഡ് ഫ്രീ ആൻഡ് കമ്പൽസറി പ്രൈമറി എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ ബിറ്റ്വീൻ ഏജ് ഏതൊക്കെയാണ്? 6 to 14 ഇയേഴ്സ്. അപ്പോൾ 6 മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്കുള്ള ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷനാണ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള കാര്യമാണ് RTE ആക്ടിലൂടെ പറയുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും പോയിന്റ്സ് പഠിക്കുക. ഇതെല്ലാം തന്നെ ചോദിച്ചതാണ് കേട്ടോ. ഇനി കുറച്ചും കൂടി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകാം. കാരണം ഇതുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയാതെ പോയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് നോക്കാം, കളക്റ്റഡ് ഫാക്ട്സ് നോക്കാം കേട്ടോ. It guarantees free and compulsory education at a neighborhood school to children in the age group of 6 to 14 years. അപ്പോൾ നോക്കൂ, ഇതിൽ പറയുന്നത് ഗ്യാരണ്ടി കൊടുക്കുന്നത് ഏതാണ്? ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ നമ്മൾ പറഞ്ഞു. നമ്മുടെ കുട്ടികളുടെ അടുത്തുള്ള സ്കൂളുകളിൽ 6 മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്കുള്ള ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷനാണ് പറയുന്നത്. അപ്പോൾ ക്ലാസ് ഒന്ന് ശ്രദ്ധിക്കുക, അതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ക്ലാസ് 1 to 8 ആണ്. ദെൻ ഇറ്റ് അപ്ലൈസ് ടു ഓൾ സ്റ്റേറ്റ്സ് എക്സെപ്റ്റ് ജമ്മു. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ മൊത്തം ഇത് ആണ്, പക്ഷേ എവിടെ ഇല്ല? എക്സെപ്റ്റ് എന്തെന്ന്? ജമ്മു ആൻഡ് കാശ്മീർ ഇത് ഇല്ല കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക. ദ ലോ came into effect in the whole of India except Jammu and Kashmir from 1st April 20
2010. അപ്പോൾ നോക്കൂ, ഈ ഒരു ലോ കെയിം ഇൻ ടു ഇഫക്റ്റ് ഓൺ എപ്പോഴാണ്? 1 ഏപ്രിൽ 2010 കേട്ടോ. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ദ ലോ കെയിം ഇൻ ടു ഇഫക്റ്റ് ഇൻ ദ ഹോൾ ഓഫ് ഇന്ത്യ, മൊത്തത്തിൽ ഇന്ത്യയിൽ മൊത്തം ഉണ്ട്, എക്സെപ്റ്റ് എവിടെയാണ്? ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീർ ഒഴികെ ബാക്കി എല്ലാവരും ഇറ്റ് കെയിം ഇൻ ടു ഇഫക്റ്റ് ഓൺ 1 ഏപ്രിൽ 2010. ഇത്രയും കിട്ടിയല്ലോ. ഇനി നോക്കൂ, വെൻ വാസ് RTE ആക്ട് പാസ്ഡ് ബൈ ദ പാർലമെൻറ്റ്? പാർലമെൻറ്റ് RTE ആക്ട് പാസ് ചെയ്യുന്നത് 4th August 2009 ഒരു ജനറൽ ഇൻഫോർമേഷനായിട്ട് നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. 4th August 2009 RTE ആക്ട് പാർലമെൻറ്റ് പാസ് ചെയ്യുന്നത്. ഇനി അടുത്ത് നോക്കൂ, ഇറ്റ് പ്രൊഹിബിറ്റ്സ് ഓൾ നോക്കാം. ഇറ്റ് പ്രൊഹിബിറ്റ്സ് ഓൾ അൺറെക്കഗ്നൈസ്ഡ് സ്കൂൾസ് ഫ്രം പ്രാക്ടീസ്, gives them 3 years to meet basic standards defined under the Act. അപ്പോൾ ഇത് അൺറെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്കൂൾസ് ഉണ്ടാവുമല്ലോ, അതിനെ പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. എന്നാലും അവർക്കൊരു 3 വർഷം കാലാവധി കൊടുക്കുന്നു, അതിൻ്റെ ബേസിക് സ്റ്റാൻഡേർഡ്സ് എല്ലാം മീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കാലയളവും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആൻഡ് മേക്സ് പ്രൊവിഷൻ ഫോർ നോ ഡൊണേഷൻ. അപ്പോൾ ഇവിടെ ഡൊണേഷൻ കൊടുത്തിട്ടുള്ള പഠനം അതിന് ഇത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. ദെൻ ക്യാപിറ്റേഷൻ ഫീ പറയുന്നില്ല. ദെൻ നോ ഇൻ്റർവ്യൂ ഓഫ് ദ ചൈൽഡ് ഓർ പാരൻറ്റ് ഫോർ അഡ്മിഷൻ. അപ്പോൾ നമ്മൾ കുട്ടികളുടെ അഡ്മിഷന് വേണ്ടി ചില സ്കൂളുകൾ പാരൻസിനെ അടക്കം ഇൻ്റർവ്യൂ ചെയ്യാറുണ്ട് അല്ലേ. സോ അതൊന്നും എന്താണ് ഈ പറഞ്ഞ RTE ആക്ട് പ്രകാരം എന്താണ് തെറ്റാണല്ലേ. അപ്പോൾ ഇവിടെ നോ ഇൻ്റർവ്യൂ ഓഫ് ദ ചൈൽഡ്, കുട്ടീനെയോ പാരൻറ്റോ അഡ്മിഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുമ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ഒന്നും ഇവിടെ എന്തെങ്കിലും RTE ആക്ട് നിരോധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മുടെ RTE ആക്ട് ക്ലിയർ ആയല്ലോ. ഇനി ഒരു കാര്യം കൂടി കണക്ട് ചെയ്ത് പഠിച്ചു വയ്ക്കുക. ആർട്ടിക്കിൾ 51A ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ സ്റ്റേറ്റ്സ് ദാറ്റ് പാരൻസ് ആൻഡ് ഗാർഡിയൻസ് മസ്റ്റ് പ്രൊവൈഡ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ചിൽഡ്രൻ ബിറ്റ്വീൻ ദി ഏജ് ഓഫ് 6 to 14. ഈ ആർട്ടിക്കിൾ 51A അതിൽ കെ സെഷനിൽ പറയുന്നത് പാരൻസിന് അല്ലെങ്കിൽ കുട്ടിയുടെ ഗാർഡിയന് എന്ത് ഉത്തരവാദിത്വമുണ്ട്? ഈ പറഞ്ഞ പോലെ 6 മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആർട്ടിക്കിൾ 51A ആണ് പറയുന്നത് എന്താണ്? പാരൻസ് ആൻഡ് ദ ഗാർഡിയൻസ് മസ്റ്റ് പ്രൊവൈഡ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഫോർ ദിയർ ചിൽഡ്രൻ ബിറ്റ്വീൻ ദി ഏജ് ഓഫ് 6 and 14. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അത് ഞാൻ പറയട്ടെ. ഇതും നമ്മുടെ കഴിഞ്ഞ നവംബർ 2024 ഈ പറഞ്ഞ ഇതേ ചോദ്യപേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വിച്ച് ഓഫ് ദ ആർട്ടിക്കിൾസ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ് ദ റൈറ്റ് ടു ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ ബിറ്റ്വീൻ 6 and 14? ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് 6നും 14നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നത്? ഏതാണ്? നമ്മൾ പഠിച്ചു ഇപ്പോൾ ആർട്ടിക്കിൾ 21A ആണ് അല്ലേ. കിട്ടിയല്ലോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഇത് അതിന് മുമ്പുള്ളൊരു KTETന് ചോദിച്ചാണ് കേട്ടോ. ഇൻ ദ റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ആക്ട് 2009 എലമെൻ്ററി എഡ്യൂക്കേഷൻ മീൻസ് എഡ്യൂക്കേഷൻ ഫ്രം ഏത് ക്ലാസ് മുതൽ ഏത് ക്ലാസ് വരെ എന്നാണ് കേട്ടോ. അപ്പോൾ ഏതാണ് നമ്മൾ പറഞ്ഞു ഏത് ക്ലാസ് മുതൽ ഏത് ക്ലാസ് വരെ എന്നുള്ള കാര്യം വ്യക്തമായി ഞാൻ പറഞ്ഞു. ക്ലാസ് 1 മുതൽ 8 വരെ ഉള്ളതാണ് അല്ലേ. അപ്പോൾ ക്ലാസ് ഫസ്റ്റ് ക്ലാസ് ടു 8th ക്ലാസ് എന്നുള്ളതാണ് അല്ലേ. 1 മുതൽ 8 വരെ ഉള്ളതാണ് വരുന്നത്. കിട്ടിയല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ. തൊട്ട് മുമ്പുള്ള പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിച്ചു, അടുത്തൊരു പരീക്ഷയ്ക്ക് തിരിച്ച് ചോദിക്കുന്നു. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്കിങ്ങനെ പ്രതീക്ഷിക്കാം കേട്ടോ. ഇനി ഇതും അതുപോലെ തന്നെ മുമ്പ് ഏപ്രിൽ 2024 ചോദിച്ച അതിന് മുമ്പുള്ള KTET പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ആക്ട് 2009 എക്സ്റ്റെൻഡ്സ് ടു whole of India except Union Territories, whole of India except New Delhi, whole of India except Jammu and Kashmir. ഇതും നമ്മുടെ PPTയിൽ നമ്മൾ ഇന്ന് പഠിച്ച കാര്യം. ഇൻ കേസ് ഈ ഒരു സംഭവം പഠിക്കാത്തവർക്കാണ് നമ്മൾ ഒരു ക്ലാസ്സിലൂടെ പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു ആൻസറിലോട്ട് എത്താൻ പറ്റും. ഏതാണ് ഇത്? എക്സ്റ്റെൻഡ്സ് ടു ഹോൾ ഓഫ് ഇന്ത്യ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ ഒഴികെയുള്ള ബാക്കി എല്ലാവരും ഇത് അപ്ലിക്കബിൾ ആണ് അല്ലേ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്റ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം കിട്ടിയല്ലോ അല്ലേ. ഇനി നമുക്ക് ആ ഓപ്ഷനിൽ വേറെ കുറച്ച് കാര്യം കൂടി പറഞ്ഞിട്ടില്ല. PWD ആക്ട് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഓപ്ഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം കേട്ടോ. മെയിനായിട്ട് പറയുന്ന കാര്യം മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ കുറച്ച് ഇയറൊക്കെ മാത്രം നിങ്ങൾക്ക് നോക്കാനുള്ളൂ കേട്ടോ. നോക്കൂ, ദ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, അതായത് നമ്മുടെ PWD ആക്ട് കേട്ടോ. വർഷം ഒന്ന് പഠിച്ചു വയ്ക്കുക, 1995 ആണ്. അപ്പോൾ ഇതിൽ 7 types ഓഫ് ഡിസബിലിറ്റീസ് ആണ് ഇതിൽ മെൻഷൻ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ PWD ആക്ട് 1995 ഒരു 7 types ഓഫ് ഡിസബിലിറ്റീസ് മെൻഷൻ ചെയ്തു. കാരണം ഇത് ശ്രദ്ധിക്കുക, ഇതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഡിസബിലിറ്റിയിൽ പെടാത്ത PWD ആക്ടിൽ പെടുന്ന കുറച്ച് ഡിസബിലിറ്റീസ് ഉണ്ട്, അതിൽ പെടാത്തത് ഏത് എന്നൊക്കെ നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരു 7 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്, പിന്നീട് അത് 21 ആക്കി
ഉയർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സംഭവം നമുക്കൊന്ന് നോക്കാം. ലോക്കോമോട്ടോർ ഡിസബിലിറ്റി, ബ്ലൈൻഡ്നെസ്, ലോ വിഷൻ, ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്, മെൻ്റൽ ഇൽനെസ്, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, ലെപ്രസി ക്യൂർഡ് പേഴ്സൺ. അപ്പോൾ ഇതൊക്കെ ഈ ഒരു വേർഡ് ഇങ്ങനെ തന്നെ ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും മിക്കവാറും എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ആദ്യം ഈ PWD ആക്ട് 1995 വരുന്ന സമയത്ത് ഇൻക്ലൂഡ് ചെയ്തിരുന്ന ഡിസബിലിറ്റിയുടെ സംഭവങ്ങൾ കേട്ടോ. അപ്പോൾ ഈ ഒരു പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആക്ടിലൂടെ ഉറപ്പ് നൽകുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡിസബിലിറ്റി ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി അവർക്ക് കൊടുക്കുക എന്ന രീതിയാണ് കേട്ടോ. ദീസ് കണ്ടീഷൻസ് വർ സ്പെസിഫിക്കലി അഡ്രസ്ഡ് ഇൻ ദ ആക്ട് ടു എൻഷ്യൂർ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഫോർ ഇൻഡിവിജ്വൽസ് വിത്ത് ദീസ് ഡിസബിലിറ്റി. ഇങ്ങനത്തെ ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാരും എന്താണ് അവർക്ക് വേണ്ട പ്രൊവിഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ആക്ടിലൂടെ ഉറപ്പ് നൽകുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞ ഒരു 7 എണ്ണമാണ് കേട്ടോ. പിന്നീട് നോക്കൂ, ഒന്നും കൂടി വേണമെങ്കിൽ അതിലൊരു സമ്മപ്പായിട്ട് പറയാം. ദീസ് ആക്ട് എക്സ്പ്ലെയിൻ the equal opportunities, protection of right and complete involvement of disabled person. ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ ഒരു ഇക്വാലിറ്റി അല്ലെങ്കിൽ അവർക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസും റൈറ്റ്സിനും വേണ്ടിയിട്ടാണ് ഈ ആക്ട് വരുന്നതെന്ന് ഓർത്ത് വെച്ചാലും മതി. ഈ ഒരു ആക്ടിലൂടെ in this act responsibility are assigned to central and state government, local corporation, municipalities to provide the services and facilities and equal opportunities to disabled persons so that he or she may also prove himself as productive citizen of their society. അപ്പോൾ ഈ ഒരു ആക്ടിലൂടെ അപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്കെല്ലാം നമ്മുടെ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ ലോക്കൽ കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റീസ് എല്ലാം എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്, അവർക്ക് വേണ്ട സർവീസസ്, അവർക്ക് വേണ്ട ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ അവർക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. അതിലൂടെ അവർക്ക് കുറച്ചും കൂടി അവർക്കും ഈ ഒരു നമ്മുടെ ഒരു നല്ല രീതിയായിട്ട് അല്ലെങ്കിൽ നല്ല ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സിറ്റിസൺ ആയിട്ട് മാറാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക എന്നതാണ് ഇതിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞു വെക്കണം, ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇത് നമ്മൾ PWD ആക്ട് ഉണ്ട് 1995, അതിലൊരു അപ്ഡേറ്റഡ് ആയിട്ടൊരു വേർഷനാണ് റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് 2016 എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ PWD ആക്ട് 1995 ആണ്, അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷനാണ് ഈ പറഞ്ഞ ദ റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട്. അത് 2016 വരുന്നത്. അപ്പോൾ ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് 21 ടൈപ്സ് ഓഫ് ഡിസബിലിറ്റീസ്. അപ്പോൾ ആദ്യം പറഞ്ഞ 7 കൂടെ ബാക്കിയും കൂടി ചേർന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം 7 പറഞ്ഞു. അത് കൂടാതെ ഈ പറഞ്ഞ മസ്കുലാർ ഡിസ്ട്രോഫി, ഡോർഫിസം, സെറിബ്രൽ പാൾസി, ദെൻ ആസിഡ് അറ്റാക്ക് വിക്ടംസ്, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി വരും, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിസബിലിറ്റി, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, പാർക്കിൻസൺസ് ഡിസീസ്, ഹീമോഫീലിയ, ക്രോണിക് ന്യൂറോളജിക്കൽ കണ്ടീഷൻസ്, തലാസീമിയ, മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ്, സിക്കിൾ സെൽ ഡിസീസ്. ഇതെല്ലാം തന്നെ ഈ പറഞ്ഞ 21 ഡിസബിലിറ്റീസിൽ വരും. അപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് ഓർക്കാൻ പറ്റുമോ നോക്കുക, മാക്സിമം ഓർത്ത് വെച്ചാൽ ശ്രമിക്കുക കേട്ടോ. കാരണം നമുക്ക് ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മുമ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. താഴെ തന്നതിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ RPWD ആക്ടിൻ്റെ ഡിസബിലിറ്റി ലിസ്റ്റിൽ പെടാത്തത് ഏത് എന്നിങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒന്ന് മനസ്സിലൊന്ന് ഏകദേശം ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കണക്ട് ചെയ്ത് ഓർത്ത് വെക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ ആയാലോ. PWD ആക്ട് വർഷം ഓർക്കുക 1995 ആണ്. റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016 എത്രയാണ്? 21 എണ്ണമാണ് ഡിസബിലിറ്റി. ആദ്യം 7 എണ്ണമായിരുന്നു കേട്ടോ. അത്ര മതി. ഇനി RCI അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ, ഇതിൻ്റെ ഫുൾ ഫോം ഒക്കെ അറിയാത്തവരുണ്ടെങ്കിൽ പഠിച്ചു വെച്ചേക്കുക കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ഗവൺമെൻറ് ബോഡി ദറ്റ് വർക്ക്സ് ഫോർ ദ ഡിസഡ്വാൻറ്റേജ്ഡ്, ഡിസേബിൾഡ് ആൻഡ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ റിക്വയർമെൻറ്റ്സ് കമ്മിറ്റീസ്. അപ്പോൾ ഇതൊരു ഗവൺമെൻറ് ബോഡിയാണ്. ഇതിൽ പറഞ്ഞ പോലെ ഡിസേബിൾഡ് ആയിട്ട് അല്ലെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർക്കുള്ള ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ റിക്വയർമെൻറ്റ്സുമായി ബന്ധപ്പെട്ടതാണ് ഇത് ഈ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ വർക്ക് ആവുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മലയാളം വേണമെങ്കിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം. റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് 1992 വർഷം ഒന്ന് ഓർക്കുക. നിങ്ങൾ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ KTET എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ ഡിസ്കസ് ചെയ്യാൻ നോക്കൂ. രാജ്യത്തെ ഭിന്നശേഷിയുള്ളവരുടെ വിദ്യാഭ്യാസ പുനരധിവാസ രംഗത്ത് പഠന പരിശീലന പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനുള്ള ആക്റ്റാണ് ഈ പറഞ്ഞ RCI ആക്ട് എന്ന് പറയുന്നത്. ഈ ആക്ട് അനുസരിച്ച് സ്ഥാപിതമായ റീഹാബിലിറ്റേഷൻ കൗൺസിലിൻ്റെ അംഗീകാരം ഈ മേഖലയിലെ കോഴ്സുകൾക്ക് നിർബന്ധമാണ്. ഭിന്നശേഷിയുള്ളവരെ പഠിപ്പിക്കുന്നവർക്കും അതുപോലെ പരിശീലിപ്പിക്കുന്നവർക്കും ഈ RCI നിർദ്ദേശിക്കുന്ന ചില യോഗ്യതകളൊക്കെ നിർബന്ധമാണ് കേട്ടോ.
കൂടാതെ ഈ RCAയിൽ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ഈ ഒരു മേഖലയിലൊക്കെ നിയമപരമായിട്ട് പ്രവർത്തിക്കാനുള്ള അംഗീകാരമൊക്കെ ഉള്ളൂ എന്നാണ് ഈ ഒരു ആക്ടിലൂടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പോയില്ലെങ്കിൽ 1992 ആ ഒരു സംഭവം ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും പറയുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റെങ്കിലും നിങ്ങളുടെ മൈൻഡിൽ കയറുമെന്ന് വിചാരിച്ചാൽ കണക്റ്റഡ് ഫാക്ട്സ് ഇത്രയും തരുന്നത് കേട്ടോ. ഇനി നോക്കൂ, ഒന്ന് ഷോർട്ട് ചെയ്ത് പറയാം. ദ ഫങ്ഷൻസ് ഓഫ് ദ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആർ ടു ഡെവലപ്പ് standardize and regulate training programs, courses at different levels in the field of rehabilitation and special education. അപ്പോൾ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അതുപോലെ റീഹാബിലിറ്റേഷൻ്റെ ഫീൽഡിലൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള റൂൾസ് അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ആൻഡ് അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാൻ ട്രെയിനിങ് പ്രോഗ്രാംസ് റെഗുലേറ്റ് ചെയ്യാനും ആ കോഴ്സസ് എല്ലാം ഡെവലപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് മെയിനായിട്ട് അതിൻ്റെ എയിം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് കേട്ടോ. ഇത്ര ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. എല്ലാം കൂടി കൺഫ്യൂഷനായോ? ഇല്ലല്ലോ. അപ്പോൾ RCA ആക്ട് ഇപ്പം നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. അതിൻ്റെ വർഷം ഒന്ന് പഠിക്കുക, അതിൻ്റെ ഒരു പർപ്പസ് അല്ലെങ്കിൽ അത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു കാര്യം മാത്രം ഓർത്താൽ മതി കേട്ടോ. കിട്ടിയല്ലോ. അപ്പോൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ലേ? അപ്പോൾ വർഷങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ കേട്ടിട്ടും ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, പക്ഷേ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നോക്കൂ, ഗിവൻ ബിലോ ആർ സം ഓഫ് ദ എഡ്യൂക്കേഷണൽ റിഫോംസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ചില വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പറഞ്ഞാൽ RTE ആക്ട്, PWD ആക്ട്, സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ, പ്രോഗ്രാം ഓഫ് ആക്ഷൻ POA. Identify the current sequence in the ascending order based on the year of implementation of the following. അപ്പോൾ നോക്കൂ, ഇതിലെന്താണ് ഞാൻ പറഞ്ഞില്ല, ഇയേഴ്സ് ഒക്കെ ശ്രദ്ധിക്കണം. ഇതും കഴിഞ്ഞ 2024 നവംബറിൽ ചോദിച്ച ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതുമായി ശരിക്കും ഈ RTE ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് 3 ക്വസ്റ്റ്യനാണ് ചോദിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ആർട്ടിക്കിൾ ചോദിച്ചു, പിന്നെ ഇതാ ഈ സംഭവം ചോദിച്ചു. അപ്പോൾ ഈ ഒരു സംഭവം മൊത്തത്തിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ 3 മാർക്ക് ഈസിയായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ നോക്കി, ഈ വർഷങ്ങളാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. RTE ആക്ട് എപ്പോഴാണ് എല്ലാവർക്കും അറിയാം. ഇപ്പം നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. RTE ആക്ട് ഏതാണ്? 2000 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 ആണ്. ഇനി PWD ആക്ട് ഞാൻ പറഞ്ഞു 1995, ആ വർഷം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇനി സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. അപ്പോൾ നോക്കൂ, ഈ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ മറ്റൊരു പേരാണ് മുതലിയാർ കമ്മീഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇത് വരുന്ന ഒരു കാലയളവ് ഇപ്പോൾ 1952 സ്റ്റാർട്ട് ചെയ്ത് അതിന് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 1953 കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് മുതലിയാറാണ് കേട്ടോ. ലക്ഷ്മണസ്വാമി മുതലിയാറാണ്. സോ അദ്ദേഹത്തിൻ്റെ പേര് വെച്ചിട്ടാണ് മുതലിയാർ കമ്മീഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ മെയിനായിട്ട് കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. കൃഷി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ച ഒരു കമ്മീഷൻ ഈ പറഞ്ഞ മുതലിയാർ കമ്മീഷൻ അല്ലെങ്കിൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷനാണ്. അതുപോലെ തന്നെ അധ്യാപക പരിശീലന സമിതിയൊക്കെ സ്ഥാപിക്കാൻ ശുപാർശ ചെയ്തത് ഈ പറഞ്ഞ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ മുതലിയാർ കമ്മീഷൻ തന്നെയാണ്. അപ്പോൾ ഇത് വർഷം 1952 കേട്ടോ. അപ്പോൾ നമുക്കിതിൽ എഴുതി വെച്ചേക്കാം 1952. ഇനി അടുത്ത പ്രോഗ്രാം ഓഫ് ആക്ഷൻ. അപ്പോൾ അതെന്താ നമുക്കൊന്ന് നോക്കാം കേട്ടോ. പ്രോഗ്രാം ഓഫ് ആക്ഷൻ POA അത് 1992 വരുന്നത്. ഇതൊരു നമ്മുടെ നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ NPL 1986 അതിൻ്റെ ഒരു റിവിഷനാണ് അല്ലെങ്കിൽ റിവൈസ്ഡ് വേർഷനാണെന്ന് പറയാം. ഇതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് ഈ NPEയിലൂടെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഗോൾസ് ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും കൂടി റിഫൈൻ ചെയ്യാൻ, നല്ല രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992 വരുന്നത് കേട്ടോ. സോ പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992 വാസ് എ റിവിഷൻ ഓഫ് ദി നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ NPE 1986 ഇൻ ഇന്ത്യ, ഫോക്കസിങ് ഓൺ ദ ആൻഡ് റിഫൈനിങ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് ദ ഏർലിയർ പോളിസി ഗോൾസ്. അപ്പോൾ നമ്മുടെ NPE 1986 കുറേ ഗോൾസ് ഒക്കെ ഉണ്ട്, അതൊന്നും കൂടി റിഫൈൻ ചെയ്ത് ഒന്നും കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992 വരുന്നത് കേട്ടോ. അപ്പോൾ വർഷം കിട്ടിയാൽ മതിയല്ലോ, നിങ്ങൾക്ക് കിട്ടി 1992. ഇനി ഇതിൽ കറക്റ്റ് അസെൻഡിങ് ഓർഡറാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളിപ്പോൾ അസെൻഡിങ് ഓർഡർ ചെയ്യാൻ നോക്കുമായിരിക്കും അല്ലേ. അപ്പോൾ തീർച്ചയായും ഇതിൽ എന്തില്ല, ഓപ്ഷൻ ഇല്ല കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. എന്നാലും ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത് ക്വസ്റ്റ്യൻ ഇങ്ങനെയും വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലൂടെ കുറച്ച് വർഷങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ വർഷങ്ങളുടെ ഇമ്പോർട്ടൻസും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് കഴിഞ്ഞ KTET പരീക്ഷയിൽ ക്യാൻസൽ ചെയ്തു. ദാറ്റ് മീൻസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മാർക്ക് എല്ലാവർക്കും കിട്ടും. എഴുതിയാലും എഴുതിയില്ലെങ്കിലും എന്താണെങ്കിലും ക്യാൻസൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മാർക്ക് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും കേട്ടോ, ഒരു മാർക്ക്. സോ ടെൻഷനൊന്നും വേണം, ക്യാൻസൽ ചെയ്ത് നമുക്ക് ടെൻഷനൊന്നും അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത് നമുക്കറിയാം. ആദ്യം സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ അല്ല 1952 വരുന്നു. അതിനുശേഷം നമ്മുടെ പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992, പിന്നെ PWD ആക്ട് 1995, ദെൻ ലാസ്റ്റാണ് RTE ആക്ട് വരുന്നത് 2009 വരിക. പക്ഷേ ഇത് കറക്റ്റ് ഓർഡർ ഇല്ല. അപ്പോൾ നമുക്കിതിൽ ശരിക്കും പറഞ്ഞാൽ 1952 ഫസ്റ്റ് വരുന്ന ഈ ഒരു ഓപ്ഷനാണ് അല്ലേ. അപ്പോൾ അത് നമ്മുടെ ഏത് ഓപ്ഷനും തന്നെ ഇല്ലാത്തത് കൊണ്ടാണ്
ഇത് ആൻസർ മിസ്റ്റേക്ക് വന്ന ഓപ്ഷൻസിൽ മിസ്റ്റേക്ക് വന്നുകൊണ്ട് ക്യാൻസലായി പോയത്. അപ്പോൾ എന്നാൽ നിങ്ങളിത് പഠിച്ചു വെച്ചേക്കുക, ക്വസ്റ്റ്യൻസ് ഇങ്ങനെയും വരുന്നുണ്ട് എന്നുള്ള കാര്യം കേട്ടോ. കിട്ടിയല്ലോ. അപ്പോൾ ഞാനിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണേ. മാച്ച് ദ ഫോളോയിങ് ആട്ടോ. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറേ മാച്ച് ദ ഫോളോയിങ് കാണുന്നുണ്ട്. കുറച്ച് രസകരവുമാണ്, പക്ഷേ എന്നാലും നമുക്ക് ചിലപ്പോൾ എങ്ങാനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ മൊത്തം തെറ്റുന്ന ഒരു സംഭവം കൂടിയാണ് അല്ലേ. അപ്പോൾ നോക്കാം, നമുക്ക് മാച്ച് ദ ഫോളോയിങ് ഒന്ന് മാച്ച് ചെയ്ത് നോക്കിയാൽ ജീൻ പിയാഷെ, ബ്രൂണർ, വൈഗോട്സ്കി, ഡേവിഡ് ഒസബിൾ തന്നിട്ടുണ്ട്. ദെൻ സ്കാഫോൾഡിങ് തന്നിട്ടുണ്ട്, എക്സ്പോസിറ്ററി ടീച്ചിങ് തന്നിട്ടുണ്ട്, ഇക്വിലിബ്രേഷൻ അതായത് സന്തുലനം തന്നിട്ടുണ്ട്, ഇൻഡക്റ്റീവ് അപ്രോച്ച് ആഗമന രീതി, ലൈഫ് സ്പേസ്. അപ്പോൾ ചിലതിൽ സെയിം ആയിരിക്കും ഇംഗ്ലീഷ് ടേംസ് തരിക, മലയാളം ടേംസ് തരണം എന്നാൽ ചില അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റവും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ടേംസ് ചിലപ്പോൾ ഇംഗ്ലീഷിലും തരാം, ചിലപ്പോൾ അതേപോലെ നോക്കി ഇവിടെ സ്കഫോൾഡിങ് തന്നെയാണ് അല്ലേ. ചിലതിൽ മാറ്റവും വരാം. സോ നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നത് ആ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്ത് പോവുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാം KTET 1ഉം 2ഉം 4ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ സൈക്കോളജിയുടെ ഇംഗ്ലീഷിലും ഇതുപോലെ ഉണ്ടാവും, മലയാളത്തിലും ഉണ്ടാവും. അതേസമയം KTET 3കാർക്ക് എന്തുണ്ടാവില്ല, ഇതുപോലെ രണ്ട് ലാംഗ്വേജിലും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. KTET 3 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളി ഇംഗ്ലീഷിലായിരിക്കും. ആപ്റ്റ്യൂഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസും എല്ലാം തന്നെ എന്താണ് ഫുള്ളി അത് ഇംഗ്ലീഷിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരിക. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ K3കാരുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് പോകാം. അപ്പോൾ ടേംസ് ചിലപ്പോൾ മലയാളത്തിൽ മാത്രം അറിഞ്ഞവർക്ക് K3 ടേംസ് കാണുമ്പോൾ ചിലപ്പോൾ എന്താകും ബുദ്ധിമുട്ട് തോന്നും. കാരണം അത് ആൻസർ അറിഞ്ഞാൽ പോലും ആ ടേംസിനൊരു കൺഫ്യൂഷൻ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ K3യുടെ സൈക്കോളജിക്ക് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണ് തീർച്ചയായിട്ടും ടേംസ് സൈക്കോളജി മോക്ക് ടെസ്റ്റ് മോഡൽ എക്സാംസ് എല്ലാം തന്നെ ഇംഗ്ലീഷിൽ തന്നെ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് മാച്ച് ചെയ്യാം അല്ലേ. ജീൻ പിയാഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് നമ്മുടെ ഇക്വിലിബ്രേഷൻ എന്നുള്ളതാണ് അല്ലേ. ദെൻ ആദ്യം നിങ്ങൾക്ക് അറിയുന്നതൊക്കെ ഒന്ന് മാച്ച് ചെയ്തിട്ട് പിന്നെ നോക്കുക, അറിയാത്ത എന്തെങ്കിലും കണക്ട് ചെയ്ത് പോവുക കേട്ടോ. അപ്പോൾ ഡേവിഡ് ഒസബെൽ, നമുക്കറിയാം ഡേവിഡ് ഒസബെൽ എന്ന് പറയുമ്പോൾ ഒസബെല്ലിൽ നമ്മുടെ മീനിങ്ഫുൾ വെർബൽ ലേണിംഗ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ എക്സ്പോസിറ്ററി ടീച്ചിങ് ആണ് അല്ലേ. ദെൻ ലൈവ് വൈഗോട്സ്കി നമുക്ക് എന്ത് ചെയ്യാം, സ്കഫോൾഡിങ് കണക്ട് ചെയ്യാം. ജെറോം എസ് ബ്രൂണർ പിന്നെ എന്താണ് ഇൻഡക്റ്റീവ് അപ്രോച്ച് കണക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ പിയാഷെ ഇക്വിലിബ്രേഷൻ കറക്റ്റാണ്. ദെൻ ജെറോം എസ് ബ്രൂണർ ഇൻഡക്റ്റീവ് അപ്രോച്ചാണ്. വൈഗോട്സ്കി സ്കഫോൾഡിങ് കണക്ട് ചെയ്യാം. ഒസബെൽയുടെ എക്സ്പോസിറ്ററി ടീച്ചിങ് അല്ലേ. ഓക്കെ ആണല്ലോ. ഇത് തന്നെയാണ് നമ്മുടെ ഓപ്ഷൻ, കറക്റ്റ് ഓപ്ഷൻ ഉണ്ട് നോക്കുക കേട്ടോ. ഇനി നമ്മൾ ലൈഫ് സ്പേസ് എന്നൊക്കെ ഇപ്പം കേർഡ് ലെവനുമായിട്ട് ബന്ധപ്പെട്ടാണ് ലൈഫ് സ്പേസ് ഒക്കെ വരുന്നത് അല്ലേ. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണേ. അപ്പോൾ സമയം കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോകുമ്പോൾ സമയം കുറച്ച് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടൈം ഓക്കെ ആണെങ്കിൽ പറയാം കേട്ടോ. കുറച്ച് ലെങ്തി ആയിട്ട് പോയാൽ കുഴപ്പമില്ല എങ്കിൽ അതൊന്ന് പറയാം, അല്ലെങ്കിൽ ഷോർട്ടായിട്ട് നമുക്ക് പറഞ്ഞു പോകാം കേട്ടോ. ഇത് നോക്കാം. ദ തിയറി ദാറ്റ് എംഫസിസ് ദ റോൾ ഓഫ് സൈക്കോഡൈനാമിക് എലമെൻറ്റ്സ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി ഈസ് നോൺ ആസ്. വ്യക്തിത്വ വികാസത്തിൽ സൈക്കോഡൈനാമിക് ഘടകങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സിദ്ധാന്തം അറിയപ്പെടുന്നത് ഏത് സിദ്ധാന്തം? നമുക്കറിയാം സൈക്കോഡൈനാമിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കിട്ടി എന്താണ് നമ്മുടെ ഫ്രോയിഡിൻ്റെ സൈക്കോ അനലിറ്റിക് തിയറിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ KTET പഠിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും മുമ്പൊക്കെ നമ്മുടെ ഫോളോവേഴ്സിനാണ് കുറച്ച് പേർക്ക് അറിയാം, കുറച്ച് കീ പോയിൻറ്റ്സ് പറയാറുണ്ട്. അത് തന്നെയാണ് മിക്കവാറും ആൻസർ കീയിൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ ഒരുപാടൊന്നുമില്ല, നിങ്ങൾക്ക് സൈക്കോളജി ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു സൈക്കോഡൈനാമിക് അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മുടെ ആരുടെയാണ്? സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെയാണ്. ഇദ്ദേഹം എന്താണ് അൺകോൺഷ്യസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത് അല്ലേ. എംഫസിസ് അൺകോൺഷ്യസ് ഇൻഫ്ലുവൻസസ് ഓൺ ബിഹേവിയർ. അപ്പോൾ ബിഹേവിയറിൽ അൺകോൺഷ്യസിൻ്റെ ഇൻഫ്ലുവൻസിനാണ് ഇദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഫോക്കസിങ് ഓൺ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ഷേപ്പിംഗ് പേഴ്സണാലിറ്റി. അപ്പോൾ കുട്ടികളുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് എങ്ങനെയാണ് പേഴ്സണാലിറ്റി ഷേപ്പിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം തിയറിയിൽ പറയുന്നുണ്ട്. ദെൻ സ്റ്റിൽ ഇൻഫ്ലുവൻസിങ് ഇൻ മോഡേൺ സൈക്കോളജിയിൽ ഇപ്പോഴും ഇദ്ദേഹത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാട് നിലനിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രോയിഡ് സൈക്കോ അനലിറ്റിക്കൽ തിയറിയാണ് വരുന്നത്, സൈക്കോഡൈനാമിക് എലമെൻറ്റ്സ് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ തിയറിലോട്ടൊന്നും പോകുന്നില്ല, തിയറിലോട്ട് നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ റിട്ടൺ record of a specific behavior or interaction that a teacher or observer has witnessed that is used for identifying the characteristics of a child is known as. ഒരു കുട്ടിയുടെ പ്രത്യേക സാഹചര്യത്തിലുള്ള പെരുമാറ്റവും അധ്യാപകനുമായുള്ള ഇടപെടലുകളും നിരീക്ഷിച്ച് ഉണ്ടാക്കിയ ഒരു രേഖ അവൻ്റെ സ്വഭാവങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനെ അറിയപ്പെടുന്നത് എന്താണ്? ക്യുമുലേറ്റീവ് രേഖ, ക്യുമുലേറ്റീവ് റെക്കോർഡ്, അനക്ഡോട്ടൽ റെക്കോർഡ്, പെർഫോമൻസ് പ്രകടന രേഖ, പെർഫോമൻസ് റെക്കോർഡ്, കേസ് ഷീറ്റ്. ആൻസർ കിട്ടിയോ? ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, അനക്ഡോട്ടൽ റെക്കോർഡ്. ഇതും ഞാൻ നമ്മുടെ സിലബസ് ഓറിയൻറ്റഡ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ബിഹേവിയർ ഈ ഒരൊറ്റ വാക്ക് മതി നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്താൻ. അനക്ഡോട്ടൽ റെക്കോർഡ് നോക്കൂ. അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഇൻഫോർമൽ ഡിവൈസ് യൂസ്ഡ് ബൈ ദ ടീച്ചർ ടു റെക്കോർഡ് ബിഹേവിയർ ഓഫ് ദ സ്റ്റുഡൻസ്. കുട്ടികളുടെ ബിഹേവിയർ നോക്കിയോ, അവൻ്റെ സ്വഭാവങ്ങളെ തിരിച്ചറിയാൻ കുട്ടികളുടെ സ്വഭാവങ്ങളെ നിരീക്ഷിക്കുന്നതാണ് അല്ലേ. ഇറ്റ് പ്രൊവൈഡ്സ് എ ലാസ്റ്റിംഗ് റെക്കോർഡ് ഓഫ് ബിഹേവിയർ വിച്ച് മേ ബി യൂസ്ഫുൾ ലേറ്റർ ഇൻ കോൺട്രിബ്യൂട്ടിംഗ് ടു എ ജഡ്ജ്മെൻറ്റ് അബൌട്ട് എ സ്റ്റുഡൻറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കുട്ടികളുടെ ബിഹേവിയറാണ് ഇതിൽ റെക്കോർഡ് ചെയ്യുന്നത്. പിന്നീട് ഒരു കുട്ടിയുടെ ബിഹേവിയറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം ജഡ്ജ് ചെയ്യാൻ ഈ പറഞ്ഞ പോലെ ഈ അനക്ഡോട്ടൽ റെക്കോർഡ് വളരെ യൂസ്ഫുൾ ആയിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ ഓർത്താൽ മതി, ബിഹേവിയർ എന്ന് പറഞ്ഞൊരു ടേം കണ്ട് അവിടെ നിങ്ങൾ ഓർത്തോ അനക്ഡോട്ടൽ റെക്കോർഡായിരിക്കും കേട്ടോ. കുട്ടിയുടെ സ്പെസിഫിക് ബിഹേവിയർ ആണ് ഇവിടെ നോക്കുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ക്യുമുലേറ്റീവ് റെക്കോർഡ് പറയുമ്പോൾ എല്ലാ സംഭവവും അടങ്ങിയതാണ് കേട്ടോ ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, ഇറ്റ്സ് എ റെഡിലി അവൈലബിൾ പെർമനൻറ്റ് ഡാറ്റ അബൌട്ട് എ ചൈൽഡ്. ഇതൊരൊറ്റ വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ്ലി ഡയലോഗ് അങ്ങനെ ചോദിച്ചാണ് കേട്ടോ. അപ്പോൾ ഇതൊരു കുട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അടങ്ങിയതാണ് ഈ ഒരു ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത് കേട്ടോ. സോ സിഗ്നിഫിക്കൻറ്റ് ഫാക്ച്വൽ ഇൻഫർമേഷൻ അബൌട്ട് ആൻ ഇൻഡിവിജ്വൽ സ്റ്റുഡൻറ്റ് വൈൽ അറ്റ് ദ സ്കൂൾ. അപ്പോൾ കുട്ടി സ്കൂളിലെ സമയത്ത് കുട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യം, അതായത് കുട്ടിയുടെ പേഴ്സണൽ ഡാറ്റാസ് ഉണ്ടാവും, അക്കാഡമിക് ആയിട്ടുള്ള ഡാറ്റാസ് ഉണ്ടാവും, ഹെൽത്ത് ഡാറ്റ, അത് കുട്ടിയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ്, പാരൻസിൻ്റെ പേരും കാര്യങ്ങളും, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, അക്കാഡമിക് ആയിട്ടുള്ള കാര്യം, മുമ്പ് കുട്ടി എവിടെ പഠിച്ചു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി ഫെയിലിയേഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ റിസൾട്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുട്ടിയുടെ ഹെൽത്ത് ഡാറ്റ, കുട്ടിയുടെ ഹൈറ്റ് എത്ര, ബ്ലഡ് ഏതാണ്, BP മീൻസ് ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്, BP അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, ട്രീറ്റ്മെൻറ്റ്സ് എന്തെങ്കിലും കുട്ടി കൊടുത്തിട്ടുണ്ടോ, അതിൽ കുട്ടിയുടെ ഫുഡ് ഹാബിറ്റ്സ് എന്താണ്, അങ്ങനെ മറ്റു കുട്ടികളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വരുന്നതാണ് ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് കണ്ടൻസ് ഓഫ് ക്യുമുലേറ്റീവ് റെക്കോർഡ്. ഇത്രയും കാര്യങ്ങളുണ്ടാവും. കൂടെ കുട്ടിയുടെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഡാറ്റാസ്, കുട്ടി ഏതൊക്കെ കോ കരിക്കുലർ ആക്ടിവിറ്റീസിലാണ് ആൾ മിടുക്കൻ എന്നുള്ള കാര്യം കാണും. പ്രൈസസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് കുട്ടിയുടെ ഇൻ്റലക്ച്വൽ എബിലിറ്റി, കുട്ടിയുടെ എങ്ങനെയാണ്, ലീഡർഷിപ്പ് ക്വാളിറ്റി എങ്ങനെയാണ്, സെൽഫ് കോൺഫിഡൻസ് എങ്ങനെയാണ്, ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉള്ള കുട്ടിയാണോ, അതുപോലത്തെ അങ്ങനത്തെ മൊത്തത്തിൽ കുട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വരുന്നതാണ് കേട്ടോ. ദെൻ കുട്ടിക്ക് ഇൻ കേസ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്തുമായി ബന്ധപ്പെട്ട പ്രോബ്ലമാണ്, എന്തൊക്കെ കൊടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ദെൻ ലാസ്റ്റ് ജനറൽ റിമാർക്സ് ബൈ ദ പ്രിൻസിപ്പൾ ഓൺ ദ ടാലൻസ് ആൻഡ് പെർഫോമൻസ്. കുട്ടിയുടെ പെർഫോമൻസും ടാലൻറ്റുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പളുടെ ഒരു റിമാർക്കും എല്ലാം അടങ്ങിയതാണ് ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ പറഞ്ഞ ഹൈലൈറ്റ് ചെയ്ത പോയിന്റ്സ് ഒന്ന് പ്രത്യേകം ഓർത്ത് വെച്ചേക്കുക. കിട്ടിയല്ലോ അല്ലേ. അപ്പോൾ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണേ. രോഹൻ ഈസ് ഗുഡ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഹിസ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, ഹീ ഈസ് ഡോമിനൻറ്റ് ഇൻ. രോഹന് തൻ്റെ ശക്തിയെയും പരിമിതികളെയും മനസ്സിലാക്കാൻ നല്ല കഴിവുണ്ട്. അവനിൽ എന്താണ് പ്രകടമായിട്ടുള്ളത്? അപ്പോൾ നമ്മുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറിയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നത് ഇപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് കൂടുതലും ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ ആ തിയറിയൊക്കെ നന്നായി പഠിക്കണം. അപ്പോൾ അറിയാത്തവരോട് നമ്മുടെ ചാനലിൽ തന്നെ നോക്കുക, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ? ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ് ആണ്. എന്താണ് ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഇൻട്രാ പേഴ്സണലും ഇൻ്റർ പേഴ്സണലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പേർക്കെങ്കിലും മാറാറുണ്ട് അല്ലേ. അപ്പോൾ ഇൻട്രാ പേഴ്സണൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻട്രാ പേഴ്സണൽ എന്ന് പറയുമ്പോൾ ടു അണ്ടർസ്റ്റാൻഡ് വൺ സെൽഫ്, അത് സ്വന്തം വീക്ക്നെസ് എന്താണ്, സ്വന്തം സ്ട്രെങ്ത്താണ്, സ്വന്തമായിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാടാണ് കേട്ടോ ഇൻട്രാ പേഴ്സണൽ എന്ന് പറയുന്നത്. പീപ്പിൾസ് വിത്ത് ഹൈ ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ് ആർ ഇൻട്രോസ്പെക്റ്റീവ് ആണ്, സെൽഫ് അവെയർ ആയിരിക്കും ആൻഡ് കാപ്പബിൾ ഓഫ് സെൽഫ് റിഫ്ലക്ഷൻ. അപ്പോൾ ഈ ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ് ഉള്ളവർ ശരിക്കും എന്താണ്, സെൽഫ് അവെയർനെസ് അവർക്ക് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ സെൽഫ് റിഫ്ലക്ഷൻ ഉള്ളവരൊക്കെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. ദേ ഓഫൺ സെറ്റ് പേഴ്സണൽ ഗോൾസ്, അവർക്ക് എന്താ സ്വന്തമായിട്ടൊരു പേഴ്സണൽ ഗോൾസും ഉണ്ടാവും, അതുമായി ബന്ധപ്പെട്ട് അവർ വർക്ക് ചെയ്യും. ദെൻ അവരുടെ ഇത് സോണിൽ എന്തായിരിക്കും, കംഫർട്ടബിൾ ആയിരിക്കും, ഇൻഡിപെൻഡൻ്റ്ലി വർക്ക് ചെയ്യുന്ന ഒരു പ്രശ്നമൊന്നും ഇല്ലാത്തവരാണ് കേട്ടോ. അപ്പോൾ തൻ്റെ സ്ട്രെങ്ത് എന്താണ്, തൻ്റെ വീക്ക്നെസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിവുണ്ടെങ്കിൽ അതെന്താണ്, ഇൻട്രയാണ്. ദെൻ ഇൻ്റർ വരും അല്ലേ. ഇൻ്റർ പറയുമ്പോൾ എന്താണ്, അപ്പോൾ ഓർത്ത് നമ്മൾ പറയാറില്ലേ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നൊക്കെ. അപ്പോൾ അത് മറ്റു വേറൊരു രാജ്യത്ത് പോകുമ്പോൾ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് നമ്മൾ പോയി എന്നൊക്കെ പറയാറില്ല. അപ്പോൾ എന്താണ് വേറെ ആ ഒരു മീനിങ് കണക്ട് ചെയ്ത് നമ്മൾ ഇൻ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. ഇൻ്റർ പേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ it refers to the ability to interact well with other and understand their feelings, motivations and perspective. മറ്റുള്ളവരുടെ പെർസ്പെക്റ്റീവ് മനസ്സിലാക്കാൻ, മറ്റുള്ളവരുടെ ഫീലിങ്സ്, മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് അതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ഇൻ്റർ പേഴ്സണൽ ഇൻ്റലിജൻസ് ഉണ്ടെന്ന് പറയാം. ഓക്കെ. ഇൻഡിവിജ്വൽസ് വിത്ത് സ്ട്രോങ് ഇൻ്റർ പേഴ്സണൽ ഇൻ്റലിജൻസ് ആർ സ്കിൽഡ് അറ്റ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ മറ്റുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലേ, നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ നല്ല ഈ ഗ്രൂപ്പ് വർക്കിലൊക്കെ നല്ല രീതിയിൽ ഷൈൻ ചെയ്യാൻ പറ്റും അല്ലേ. അതാണ് ഇൻ്റർ പേഴ്സണൽ ഇൻ്റലിജൻസിൻ്റെ പ്രത്യേകത. ഓക്കെ ആണല്ലോ.
അപ്പോൾ ഇൻട്രയും ഇൻറ്റർ ബാക്കിയൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് വാക്കിൽ തന്നെ അറിയാം. ഇമോഷണൽ ഇന്റലിജൻസ് നമുക്കറിയാം അല്ലേ, വൈകാരിക ബുദ്ധി, ലോജിക്കൽ, മാത്തമെറ്റിക്കൽ എന്നൊക്കെ അപ്പോൾ യുക്തി, ഗണിത ബുദ്ധി ആദ്യത്തെ നമുക്കറിയാം. അങ്ങനത്തെ കാര്യങ്ങൾ ഡീൽ ചെയ്യാനുള്ള കഴിവാണ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത് മിക്കവാറും ആൾക്കാർക്ക്. സോ ഇൻട്രയും ഇൻറ്ററും ആ രണ്ടും വാക്കിൽ തന്നെ കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അസസ്മെൻറ്റ് ഇൻ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ഈസ് നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയത്തിൽ വിലയിരുത്തുന്നത് എന്താണ്? കൊഗ്നിറ്റീവ് ആസ്പെക്റ്റ് ഉണ്ട്, പഠന കാര്യങ്ങൾ മാത്രം. നോൺ കൊഗ്നിറ്റീവ് പഠനേതര കാര്യങ്ങൾ മാത്രം. ഈ പറഞ്ഞ കൊഗ്നിറ്റീവും നോൺ കൊഗ്നിറ്റീവും. ദെൻ ഇമോഷണൽ ആസ്പെക്ട്സ് ഉണ്ട്, വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം. അപ്പോൾ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ CCE അതും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് അല്ലേ. അപ്പോൾ എന്താണ് ഇതിൽ രണ്ടും പെടും കേട്ടോ, ബോത്താണ് വരിക. അപ്പോൾ ബോത്ത് കൊഗ്നിറ്റീവ് ആൻഡ് നോൺ കൊഗ്നിറ്റീവ് ആസ്പെക്റ്റ് ആണ്. അപ്പോൾ CCE പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ CBSE ആണ് ഇൻട്രൊഡ്യൂസ് ദ CCE കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. ഈ ഡെഫിനേഷനും എക്സാമിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പാറ്റേൺ ഫോർ സെക്കൻഡറി ക്ലാസ്സസ് ഇൻ 2009-2010 എന്ന കാലഘട്ടത്താണ് CCE വരുന്നത്. ദിസ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് അണ്ടർ ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഓഫ് 2009. അപ്പോൾ RTE ആക്ടിൻ്റെ 2009 അണ്ടറിൽ വരുന്നത് തന്നെയാണ് ഈ CCE കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് നോക്കി വെച്ചേക്കാം, ടു ഹെൽപ്പ് ഡെവലപ്പ് കൊഗ്നിറ്റീവ്, സൈക്കോമോട്ടർ, അഫക്റ്റീവ് സ്കിൽസ്. കുട്ടികളിൽ ഈ പറഞ്ഞ പോലെ കൊഗ്നിറ്റീവ് പരമായിട്ടും സൈക്കോമോട്ടർ പരമായിട്ടും എഫക്റ്റീവ് പരമായിട്ടുള്ള സ്കിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യുക. അതുപോലെ തന്നെ അവർക്ക് തോട്ട് പ്രോസസ്സ് അല്ലെങ്കിൽ അവർ തിങ്കിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ എംഫസൈസസ് മെമ്മറൈസേഷൻ. ഇവിടെ ഉദ്ദേശിക്കുന്നത് കാണാപ്പാഠം പഠിക്കുന്നതല്ല അല്ലേ. അപ്പോൾ കാണാപ്പാഠത്തിന് ഇവിടെ എന്തില്ല, ഇമ്പോർട്ടൻസ് ഇല്ല. ചുമ്മാ കാണാണ്ട് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു, ഇവിടെ ഇമ്പോർട്ടൻസ് വരുന്ന പകരം അവർ സ്വന്തമായിട്ട് ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് വരുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് തിങ്ക് ചെയ്യണം എന്നുള്ള കാര്യം. ഇതൊക്കെ നോളജ് കൺസ്ട്രക്ട് ചെയ്യാൻ അവർക്ക് പറ്റണം. കൺസ്ട്രക്റ്റിവിസം ആണ് നമ്മുടെ ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. ദെൻ ടു മേക്ക് ഇവാലുവേഷൻ ആൻഡ് ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. അപ്പോൾ ഇവാലുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൻ്റെ ഇൻറ്റഗ്രൽ പാർട്ടാണ്. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ടും കോംപ്രിഹെൻസീവ് ആയിട്ടും ചെയ്യണം എന്നുള്ള കാര്യമാണ് ഫോക്കസ് ചെയ്യുന്നത്. ടു യൂസ് ഇവാലുവേഷൻ ഫോർ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ് അച്ചീവ്മെൻറ്റ് ടീച്ചിങ് ലേണിംഗ്. അപ്പോൾ നമ്മുടെ ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ കുട്ടി എത്രമാത്രം കാര്യങ്ങൾ നേടിയെന്ന് നോക്കാൻ മാത്രമല്ല ബാക്കി എല്ലാത്തിനും ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൻ്റെ ഒരു ഭാഗമാണ്. സോ സ്റ്റുഡൻറ്റ് അച്ചീവ്മെൻറ്റും കുട്ടികളുടെ ആ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അല്ല കുട്ടി ജയിച്ചോ തോറ്റോ അല്ലെങ്കിൽ ആ ഒരു ഗ്രേഡിനോ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം വേണ്ടിയിട്ടായിരിക്കരുത് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. കുട്ടികൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇവാലുവേഷൻ ചെയ്യുന്നത്. ആ ഒരു രീതിക്ക് കാഴ്ചപ്പാടാണ് ഈ CCEയിൽ വരുന്നത് കേട്ടോ. ടു യൂസ് ഇവാലുവേഷൻ ഫോർ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ് അച്ചീവ്മെൻറ്റ് ടീച്ചിങ് ലേണിംഗ് എന്ന് പറയാം. സ്ട്രാറ്റജീസ് ഓൺ ദ ബേസ് ഓഫ് റെഗുലർ ഡയഗ്നോസിസ് ഫോളോഡ് ബൈ റെമഡിയൽ മെഷേഴ്സ്. അപ്പോൾ അവർക്ക് ഇടയ്ക്കൊക്കെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തണം, റെമഡിയൽ മെഷേഴ്സ് പ്രൊവൈഡ് ചെയ്ത് അവരെ കുറച്ചും കൂടി നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് കേട്ടോ ഈ CCE ആയിട്ട് മെയിനായിട്ട് വരുന്ന കുറച്ച് കാര്യം. ഈ പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് പറഞ്ഞു CCE കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ ഒരു വാക്കാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇവാലുവേഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കണം, അതായത് ഫോർമേറ്റീവും ഉണ്ടാവണം സമ്മേറ്റീവും ഉണ്ടാവും. ഇറ്റ് കൺസിഡർ ബോത്ത് ഫോർമേറ്റീവ് ഇവാലുവേഷനും സമ്മേറ്റീവ് ഇവാലുവേഷനും വരണമെന്നാണ് കേട്ടോ. അത് കോംപ്രിഹെൻസീവ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഈ മൊത്തം, അതായത് കോംപ്രിഹെൻസീവ് എന്ന് പറയുമ്പോൾ എല്ലാ ആസ്പെക്റ്റും സ്കോളാസ്റ്റിക് ആയിട്ടും നോൺ സ്കോളാസ്റ്റിക് ഉള്ള ആസ്പെക്റ്റും ഇൻക്ലൂഡ് ആവണം എന്നാണ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞു സ്കോളാസ്റ്റിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ല ഫോർമേറ്റീവ് വരും സമ്മേറ്റീവ് എല്ലാം വരും. ഈ സ്കോളാസ്റ്റിക് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം, മറ്റു കാര്യങ്ങൾ അതായത് കുട്ടികളുടെ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവുമല്ലോ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം എന്നുള്ളതാണ് CCEയിൽ പറയുന്ന കാര്യം കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഈ പറഞ്ഞ എല്ലാം ആസ്പെക്റ്റും പെടും അല്ലേ. ബോത്ത് കൊഗ്നിറ്റീവ് ആൻഡ് നോൺ കൊഗ്നിറ്റീവ് ആസ്പെക്ട്സ് അടങ്ങിയതാണ് ഈ പറഞ്ഞ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനിയും ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ച് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സസ് ചെയ്ത് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ക്ലാസ് ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കാനും മറക്കരുത്. കീപ് വാച്ചിങ്. താങ്ക് യു.